വർദ്ധിച്ച തെരുവുനായ ശല്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെയുള്ള ആയുധമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. നിയമപരിമിതികൾക്കുള്ളിൽ സംസ്ഥാന സർക്കാർ പ്രശ്നത്തെ നേരിടുമ്പോഴും ആക്ഷേപങ്ങൾ ബാക്കിയാകുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്ന മുന്നണികളും സ്ഥാനാർത്ഥികൾക്കും കൃത്യമായ മറുപടി പറയേണ്ടി വരുന്ന വിഷയങ്ങളിൽ ഒന്നാകും തെരുവുനായ പ്രശ്നവും. നിലവിലെ സ്ഥിതിയിൽ തെരുവുനായ പ്രശ്നം പരിഹരിക്കാനാകില്ല എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കിയത്. നിലവിലുള്ള ABC ചട്ടങ്ങൾ ഇവയുടെ നിയന്ത്രണത്തിന് പ്രായോഗികമല്ല എന്നതാണ് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. കോടതി പറഞ്ഞിട്ടുണ്ട്, ഒരു മൃഗക്ഷേമ സംഘടനയും ഇതും പറഞ്ഞിട്ട് കോടതിയിലേക്ക് വരരുത് എന്ന് കോടതി ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇതിനെ എതിർക്കുന്ന ഈ നടപടികളെ എതിർക്കുന്നവരെ കടുത്ത രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞത് വന്ധ്യംകരിച്ചതുകൊണ്ട് തന്നെ കടിയിൽ ഇല്ലാതാവുന്നില്ല എന്നാണ്. പട്ടികടി ഇല്ലാതാവില്ല. പിന്നെ വാക്സിൻ ചെയ്തതുകൊണ്ട് കടിക്കാതിരിക്കില്ല. ഈ പറഞ്ഞ റാബിസിന്റെ പ്രശ്നത്തെ മാത്രമേ നമുക്ക് പരിഹരിക്കാൻ പറ്റൂ. പല പഞ്ചായത്തുകളിലും ABC പ്രവർത്തനങ്ങൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച പോർട്ടബിൾ ABC കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കാൻ ഇനിയും മാസങ്ങൾ വേണ്ടിവരും. ഈ സാഹചര്യത്തിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്ന മുന്നണികൾക്ക് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയേണ്ട ഉത്തരവാദിത്തം വലുതായിരിക്കും. ഈ നഗരസഭയുടെ 4.5 വർഷക്കാലത്തെ ഭരണത്തിന്റെ സമ്പൂർണമായിട്ടുള്ള ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള പരാജയം തന്നെയാണ്. കാരണം ഇതൊരു ജാഗ്രതയില്ലാത്ത ഒരു വിഷയമായി മാറിയിരിക്കുന്നതാണ്. നമുക്ക് വന്ധ്യംകരണം സക്സസ് ആയില്ല എങ്കിൽ അത് സക്സസ് ആവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടത് ഒരു ഭരണകൂടമാണ്. ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാർ തെരുവുനായ വിഷയത്തിൽ വിമർശനം നേരിടുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കൗൺസിൽ യോഗങ്ങളിൽ പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നതും ഇത് തന്നെ. നായ്ക്കളുടെ വന്ധ്യംകരണം നടത്തുവാനും പേവിഷബാധയ്ക്ക് വാക്സിൻ എടുക്കുവാനും ഒക്കെ അത്തരം പാർക്കുകൾ ഉണ്ടെങ്കിൽ സൗകര്യമായിരിക്കും. അതിനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങൾ നഗരസഭയുടെയും ഗവൺമെൻറ്റിൻ്റെയും കീഴിലുള്ള നിരവധി സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ അതിനുവേണ്ടി തയ്യാറാക്കാവുന്നതാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യാതെ തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് ജനങ്ങൾക്ക് റോഡിലിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ വിഷയമായി വരാൻ പോകുന്ന ഒരു വിഷയങ്ങളിൽ ഒന്ന് തെരുവ് നായ്ക്കളുടെ വിഷയം തന്നെയാണ്. നിരത്തുകളിൽ ജനങ്ങൾക്ക് പ്രയാസമായി മാറിയ തെരുവുനായ പ്രശ്നവും സംസ്ഥാന സർക്കാർ അതിനെ നേരിടുന്ന മാർഗങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദമായി നമ്മൾ പരിശോധിച്ചു. ഓരോ വർഷവും തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിനോടൊപ്പം രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളും ഉയർന്നു വരികയാണ്. മൃഗസ്നേഹികളെയും സാധാരണക്കാരെയും ഒരേ തട്ടിൽ പരിഗണിച്ചാലും പ്രശ്നപരിഹാരത്തിന് കാലതാമസം ഏറുകയാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം തന്നെയാകും തെരുവുനായ പ്രശ്നമെന്നത്. നിലവിലെ നിയമവ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ അതിന് വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. നിയമോപദേശത്തിലൂടെ അതിലും മാറ്റം വരുത്താൻ തന്നെയായിരിക്കും സർക്കാർ ലക്ഷ്യമിടുക. ഏതായാലും പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. തിരുവനന്തപുരത്ത് നിന്നും ദേവൻ MP, ന്യൂസ് മലയാളം.